പി രാജീവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രധാനമായും ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ചില കള്ളങ്ങൾ, അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറിൽ വലിയ തരത്തിലുള്ള ഗുരുതരമായ പിഴവ് വന്നിട്ടുണ്ട്. MSC കമ്പനിക്ക് അദാനി കമ്പനി ഓഹരി വിൽക്കാൻ നീക്കം നടത്തിയത് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിനെ മറ്റൊരു വിഷയമായി വ്യതിചലിപ്പിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ശ്രമങ്ങൾ അതുകൂടി അദ്ദേഹം തുറന്നു കാട്ടുകയായിരുന്നു. ഏതായാലും ലീഡർമാരെ നിയമിച്ചത് ലോയേഴ്സ് കോൺഗ്രസിന്റെ ശുപാർശ പ്രകാരമാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ സമ്മതിക്കൽ സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ്, സ്വജനപക്ഷപാതം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. സാധാരണഗതിയിൽ AG നൽകുന്ന പട്ടിക അനുസരിച്ചാണ് ലീഡർമാരെ നിയമിക്കാറുള്ളത്. അതുതന്നെയാണ് മുൻകാലങ്ങളിലൊക്കെ LDF സർക്കാരുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കള്ളം കൂടി, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അധികമായി ഗവൺമെൻറ് ലീഡർമാരെ നിയമിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് തെറ്റാണ്. ഹൈക്കോടതിയിലടക്കം ജഡ്ജിമാരുടെ എണ്ണം കൂടിയപ്പോൾ അതിന് ആനുപാതികമായി ലീഡർമാരുടെ എണ്ണം കൂട്ടുകയാണ് ചെയ്തത്. അതിനെയാണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നു. മറുചോദ്യങ്ങൾ താർക്കികൻ എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞതെന്നാണ് ഇപ്പോൾ പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ശുപാർശക്കത്ത്, ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ശുപാർശക്കത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഒരു വിവാദം ശമിച്ചല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് മുഖ്യമന്ത്രി ചെന്ന് പെട്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ലംഘനം, പ്രഥമ ദൃഷ്ട്യാ തന്നെ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. എങ്ങനെയാണ് ലീഡർമാരെ നിയമിക്കേണ്ടത്? അത് AG നൽകുന്ന പട്ടികയിൽ നിന്നായിരിക്കണം. അതിന് വിരുദ്ധമായിട്ടാണ് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ വിവാദമായ 2 നിയമനങ്ങൾ. ആ നിയമനങ്ങൾ ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നാണെന്ന് ആ കുറിപ്പ് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ശുപാർശക്കത്തടക്കം ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നത്. ഇപ്പോൾ പി രാജീവിന്റെ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സാലി, ഏതായാലും മുഖ്യമന്ത്രി നടത്തിയ സത്യപ്രതിജ്ഞാ ലംഘനം, വിഴിഞ്ഞ ഓഹരി കൈമാറ്റത്തിൽ ഉള്ള ഒളിച്ചുകളി എല്ലാം പൊളിച്ചെടുക്കാൻ പി രാജീവിന്റെ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞു. എന്തൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്? മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നൽകിയ മറുപടികൾ എന്താണ്? അതിൽ അദ്ദേഹം 2-3 കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉന്നയിച്ച വിഷയങ്ങൾക്ക് വ്യക്തതയോടെ മറുപടി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലീഡർ നിയമനമാണ്. പ്ലീഡർ നിയമനം തന്നിഷ്ടപ്രകാരം നിയമിച്ചതല്ല, മറിച്ച് കോൺഗ്രസ് സംഘടനയായ കോൺഗ്രസ് അഭിഭാഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നാണ് താൻ ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമന ഉത്തരവ് പുറത്തിറക്കിയത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിനെ പി രാജീവ് ചോദ്യം ചെയ്യുന്നു. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന നൽകുന്ന പട്ടികയിൽ നിന്ന് നിയമിക്കപ്പെടേണ്ടവരല്ല ഗവൺമെൻറ് പ്ലീഡർമാർ എന്നതാണ് പി രാജീവ് വ്യക്തമാക്കിയത്. കാരണം അതിനൊരു ചട്ടമുണ്ട്, ഭരണഘടനാനുസൃതമായി അതിന് നടപടിക്രമമുണ്ട്. അത് അഡ്വക്കേറ്റ് ജനറൽമാർ നൽകുന്ന പട്ടിക സർക്കാർ വേണ്ടത്ര പരിശോധനയ്ക്ക് ശേഷം അംഗീകരിച്ച് ഉത്തരവിറക്കുകയാണ് അതിൻ്റെ ഭരണഘടനാപരമായ രീതി. ചട്ടവും അതുതന്നെയാണ്. ഈ ഹൈക്കോടതിയിലെയും കീഴ്ക്കോടതികളിലെയും ലോ ഓഫീസർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് നിലവിലിരിക്കുന്ന ചട്ടമനുസരിച്ച് വ്യക്തതയോടെ അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് നിയമനം വേണ്ടത് എന്നുള്ളത്. അത് അഡ്വക്കേറ്റ് ജനറലിനാണ് സമ്പൂർണ്ണ അധികാരം. അഡ്വക്കേറ്റ് ജനറൽ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം, ശുപാർശയിൽ നിന്ന് വേണം ഈ ആളുകളെ കണ്ടെത്താനും ഗവൺമെൻറ് ഉത്തരവനുസരിച്ച് നിയമിക്കാനും എന്നുള്ള കാര്യം. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് തങ്ങളത് നിയമിച്ച് അതിൽ തെറ്റില്ല എന്നുള്ളത്. അത് കൃത്യമായ ഭരണഘടനാ വിരുദ്ധതയും ചട്ടലംഘനവും ഉണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റൊന്ന്, വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും CPM നേതാക്കന്മാരെടുക്കുന്ന സമീപനങ്ങളെ സംബന്ധിച്ചാണ്. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു കരാറാണ്. ആ കരാർ പ്രകാരം 25% ഓഹരി കൈമാറുന്നതിന് പ്രയർ പെർമിഷൻ വേണം എന്നുള്ളതാണ് ഈ കരാറുള്ളത്. പക്ഷേ അറിയിച്ചിരുന്നു എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത്. പ്രയർ പെർമിഷൻ ഇല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അത് കരാറിൻ്റെ ലംഘനമാണ് എന്നതാണ് CPMൻ്റെയും LDFൻ്റെ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനെ മുഖ്യമന്ത്രി മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി ഇന്ന് ഉന്നയിച്ച മറ്റൊരു ആക്ഷേപം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് പ്ലീഡർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് നിയമാനുസൃതമല്ല, നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് പി രാജീവ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇറങ്ങിയ ഓർഡറും അതിനനുസൃതമായി അതിന് മുന്നോടിയായി എടുത്ത മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സും ചട്ടങ്ങളും എല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പറഞ്ഞത് എന്തൊക്കെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് പ്ലീഡർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് എടുത്തു. അത് 25 ജഡ്ജിമാരായിരുന്ന എണ്ണം 40 ജഡ്ജിമാരായി വർദ്ധിപ്പിച്ചപ്പോൾ കേസുകൾ സ്വാഭാവികമായി ഉയർന്നു.
കോടതികളുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ ഗവൺമെൻറ് പ്രീഡർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ധനവകുപ്പ് ഉൾപ്പെടെയുള്ള നിയമവകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം അന്ന് ജി പിമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അതിന് നടപടിക്രമങ്ങൾ പാലിച്ചു. പക്ഷേ ഇന്ന് എന്ത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടാണ് ഗവൺമെൻറ് പ്രീഡർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്? ഇത്ര കോടി രൂപ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയപ്പോൾ എന്തൊക്കെ നടപടിക്രമങ്ങൾ പാലിച്ചു എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടപടിക്രമങ്ങൾ പാലിക്കാൻ കൊച്ചിയിൽ നിന്ന് പി രാജീവിന്റെ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.